ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി ചെമ്മീൻ വലദോശയായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു മലേഷ്യൻ റെസിപ്പിയാണ് ഈ ഒരു വലദോശ. അവിടെ നിന്നാണ് ഇതിൻ്റെ അച്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ചെമ്മീൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 1/2 കിലോ ചെമ്മീൻ വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു പിഞ്ച് ഗരം മസാല പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 പോർഷൻ ലെമണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഈ ചെമ്മീൻ പെരക്കിയെടുക്കാം മസാലയൊക്കെ. ഈ ഒരു റെസിപ്പി നമുക്ക് ചിക്കൻ കൊണ്ടൊക്കെ ചെയ്യാം, പക്ഷേ നമ്മൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് ഈ ചെമ്മീൻ കൊണ്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒരു മസാലയൊക്കെ പെരക്കി നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതെവിടെ 4 ഉള്ളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് 3-4 വെളുത്തുള്ളിയൊക്കെ ചതച്ചതാണ്. പിന്നെ അതിലേക്ക് മല്ലിയില കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ കറക്റ്റ് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല കൂടി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ചെമ്മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ്റെ മസാലേൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടി എണ്ണക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അത് മസാല കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയി കിട്ടും. അതിന് വേണ്ടിയാണ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രമാണ് നമ്മൾ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത് നിങ്ങൾക്ക് വലിയ ചെമ്മീനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ ആണെങ്കിൽ നിങ്ങളിത് വലിയ ചെമ്മീനൊന്ന് പീസാക്കി എടുത്താൽ മതി. കാരണം നമ്മൾ ഈ മസാല ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഒരു ഇടത്തരം ചെമ്മീനായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ എണ്ണയിലേക്ക് ഇതാ ഞാൻ ആ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഉള്ളി. പിന്നെ എപ്പോഴും പറയും പോലെ തന്നെ നമ്മുടെ ഉള്ളി എളുപ്പം വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മുടെ ഉള്ളി വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കാം, ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള. അതിനുവേണ്ടി ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 5 മുട്ട നമ്മുടെ 2 കപ്പ് മൈദ മാവിന് കറക്റ്റാണ്. കാരണം നല്ലൊരു സോഫ്റ്റായ ദോശയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 5 മുട്ട നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഗോതമ്പ് മാവിലും ഉണ്ടാക്കാം, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ മൈദ മാവിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ നമുക്കിത് ആവശ്യത്തിനുള്ള കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുട്ടകളൊക്കെ ഇതിൽ ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 4 കളറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക. നിങ്ങൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ചെയ്യുന്നതാണെങ്കിൽ സാധാരണ നോർമൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 3.5 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇനി ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മാവ് കറക്റ്റ് പാകത്തിന് വരുന്നത്. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, നല്ലൊരു ലൂസും അല്ല നല്ല ടൈറ്റും അല്ല, ആ രീതിയിൽ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളി ഇതാ ഇവിടെ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളകും അതുപോലെ തന്നെ മുളകും ഒക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഞാൻ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി വളരെ നേർമയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരു 1/2 സ്പൂണോളം തന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ 1/2 സ്പൂണോളം തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്പൈസി ആയി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു വലദോശ. അതിന് വേണ്ടിയിട്ടാണ് കുരുമുളക് ഞാൻ 1/2 സ്പൂണോളം തന്നെ ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാം ചേർത്തിട്ടാണല്ലോ ഫ്രൈ ചെയ്തത്. അതുതന്നെ നമ്മുടെ ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ ഉള്ളി വഴറ്റി കൊടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു നുള്ളു പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ ബിരിയാണി ആയാലും എന്ത് മസാല ഉണ്ടാക്കുമ്പോഴും അതിലൊരു നുള്ളു പഞ്ചസാര ഇടാറുണ്ട്. ഒരു നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വലദോശയാണ് റെഡിയാക്കേണ്ടത്. അതിനു വേണ്ടി ഇതുപോലുള്ളൊരു പാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. നാട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കിത് വേണമെങ്കിൽ ഇതുപോലെ ബോട്ടിലിൻ്റെ മൂടിക്ക് ഇതുപോലെ ഒരു 4 ഓൾസാക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു വലൻ്റെ ഷേപ്പിലായിട്ട് നമ്മളിതിങ്ങനെ ആ ഒരു മാവ് റെഡിയാക്കി എടുക്കുകയാണ്. ഇതിങ്ങനെ സ്മൂത്തായിട്ട് വീഴാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലൂസാക്കിയിട്ട് ആ മാവ് തയ്യാറാക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അത്രയും മുട്ട ചേർക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ദോശ റെഡിയാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതാ ഒരു ദോശ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഞാൻ മഞ്ഞ കളർ വെച്ചതാണ്. അതുപോലെ ഞാനൊരു റെഡ് കളറും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് അത് ചുടുന്ന വീഡിയോ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു അച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആ ഒരു വീഡിയോ കൂടി ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ദോശ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഈ ഒരു മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ റോള് പോലെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ബോക്സ് ഷേപ്പിൽ നമുക്ക് ആക്കി വെക്കാം. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി നമ്മൾക്ക് കഴിക്കാൻ നല്ലൊരു ഇതുണ്ടാവുക ഇതുപോലെ റോളാക്കി എടുത്തു കഴിഞ്ഞാലാണ്. ശരിക്കും നമ്മുടെ വീടുകളിലൊക്കെ പാർട്ടികൾക്കൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമാണ് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ. അവർക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണെന്നാണ് പറയാറ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെ വീടുകളിലും പാർട്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അത്രയൊന്നും നമുക്കൊരു ഡിഫിക്കൽട്ട് അല്ല ഈ ഒരു റെസിപ്പി. നല്ല രീതിയിൽ ഇത് ചിക്കനെ കൊണ്ടോ അല്ലെങ്കിൽ ബീഫിലോ ഇതുപോലെ ചെമ്മീനിലോ ഒക്കെ നമുക്കിതിൻ്റെ വെജിറ്റബിളിലൊക്കെ നമുക്കിതുപോലെ മസാല തയ്യാറാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ദോശ ചുട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ് നിറച്ച് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി. അത്ര മാത്രമേ നമുക്കിതിന് പണിയുള്ളൂ. അത്രയും പെട്ടെന്നാകുന്ന ഒരു റെസിപ്പിയാണിത്. ഈ ദോശ ചുടുന്ന സമയത്ത് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ടതാണ്. കൺസിസ്റ്റൻസി ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ ഈ വലദോശ ഇതുപോലെ നമുക്ക് റെഡിയായി കിട്ടുകയുള്ളൂ. ആ ഒരു 2 കപ്പ് കൊണ്ട് എനിക്ക് ഒരുപാട് ദോശ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.